ഭാരതത്തിന്റെ അതിർത്തി സംസ്ഥാനങ്ങളിൽ ഇന്ന് മോക്ക് ഡ്രിൽ നടക്കും. പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്, ജമ്മുകശ്മീർ, ചണ്ഡിഗഡ് എന്നിവിടങ്ങളിലാണ് ഇന്ന് മോക്ക് ഡ്രിൽ. വൈകിട്ട് 5 മണിക്കാണ് മോക്ക് ഡ്രിൽ നടക്കുക. ഗൗതം ചേരുന്നു. ഗൗതം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും ഭാരതത്തിന്റെ അതിർത്തി സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രിൽ നടക്കുന്നു എന്നുള്ളതാണ് സവിശേഷമായ ഒരു കാര്യം. എന്തെല്ലാം കാര്യങ്ങളിലുള്ള ഒരു മുൻകരുതൽ എന്നോണമാണ് ഈ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്? രോഹിണി, ഭീകരാക്രമണങ്ങളോ മറ്റോ തുടർച്ചയായി ഉണ്ടായാൽ എങ്ങനെ അതിനെ നേരിടണം എന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മോക്ക് ഡ്രില്ലുകൾ സാധാരണയായി നടക്കുന്നത്. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇത്തരം മോക്ക് ഡ്രില്ലുകൾ നടത്തുന്നത്. നമുക്കറിയാം, നേരത്തെ ഈ ഭാരതവും പാകിസ്ഥാന്റെയും സൈന്യങ്ങൾ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടിയ ആ ദിവസങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരുന്നു. ഒരുപക്ഷെ അത്തരം സാഹചര്യങ്ങൾ ഭാവിയിൽ ഏതെങ്കിലുമൊക്കെ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും എങ്ങനെ അതിനെ അഭിമുഖീകരിക്കണം എന്നത് പൊതുജനത്തെ ധരിപ്പിക്കുക എന്നതാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സുരക്ഷാ സേനയും കേന്ദ്ര സർക്കാരും ലക്ഷ്യമിടുന്നത്. അതിനാൽ ഇന്നിപ്പോൾ വീണ്ടും മോക്ക് ഡ്രില്ലിന്റെ രണ്ടാം ഘട്ടം വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുകയാണ്. ഗുജറാത്ത്, അതോടൊപ്പം രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കെടുത്ത സ്ഥലങ്ങൾ, അത് കൂടാതെ രാജ്യ തലസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന ഹരിയാന, കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലാണ് ഇന്നിപ്പോൾ മോക്ക് ഡ്രിൽ നടക്കുന്നത്. വൈകിട്ട് 5 മണിക്കാണ് മോക്ക് ഡ്രിൽ നടക്കുക. ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.